നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 154-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂറിനെ കുറിച്ചിട്ടാണ്. നൂറുകണക്കിന് 200 സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും കണ്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അനുഭവമാണ് അദ്ദേഹത്തെ 2 തവണ കാണാൻ പോയപ്പോഴും എനിക്ക് അനുഭവവേദ്യമായത്. മറക്കാത്തതല്ല ആ ഓർമ്മകൾ. ഒരു അഗ്നികുണ്ഡത്തിൽ നമ്മൾ വീണുപോയാൽ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് മനസ്സും ശരീരവും പ്രാണവേദനയോടെ ആലോചിക്കുമല്ലോ. എന്നതുപോലെ എൻ്റെ ഒരു സൃഷ്ടിയുമായ കടപ്പാട് എന്ന് 1997 മൾബറി ബുക്സ് പ്രസിദ്ധീകരിച്ച കടപ്പാട് എന്ന കവിതാ സമാഹാരത്തിൻ്റെ ആമുഖം എഴുതാൻ വേണ്ടി അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ ഉണ്ടായ ആ ഒരു അനുഭവം ശരീരത്തെ കീറി മുറിക്കുന്നത് പോലെയോ മനസ്സിനെ കീറി മുറിക്കുന്നത് പോലെയോ ഉള്ള ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായത്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും എഴുത്തിനെ എഴുത്തായി കാണാനും വിമർശനങ്ങളെ നേരിടാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. 1-2 കവിതകളോ 1-2 നോവലുകളോ എഴുതി എന്ന് കരുതിയിട്ട് ആരും സാഹിത്യകാരന്മാർ ആവാറില്ല. ഒരിക്കൽ കുമാരനാശാൻ 1-2 കവിത പ്രസിദ്ധീകരണത്തിന് വേണ്ടി അയച്ചപ്പോൾ വലിയ കവിയൊക്കെ ആവട്ടെ, അപ്പോൾ ഈ കവിത രചനകൾ പ്രശ്നപ്പെടുത്താം എന്ന് പറഞ്ഞു അത്രേ. പിൽക്കാലത്ത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു മഹാകവി കുമാരനാശാൻ. ആര് എന്ത് പറയുന്നു എന്നുള്ളതിലല്ല വിഷയം, ആര് എങ്ങനെ ഏത് തരത്തിൽ എഴുതി അവരുടെ സൃഷ്ടികളാണ് പ്രാമുഖ്യം